വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുധിയുടെ മരണം. സുധിയുടെ ഓർമ്മകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രേണു ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത്. ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാവാറുണ്ട്. രേണു പങ്കുവെക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത്. പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു രേണുവിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വന്നത്. കുടുംബത്തിലെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടിയാണ് താൻ റീൽ ചെയ്യുന്നതെന്നും അഭിനയിക്കുന്നതെന്നുമാണ് രേണു പലതവണ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് സ്വന്തമായി എന്തെങ്കിലും വാങ്ങുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് മക്കളുടെ കാര്യത്തിനാണ്. അല്ലാതെ എനിക്കായിട്ട് എന്തെങ്കിലും ആഭരണങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഡംബരം കാണിക്കുകയോ ചെയ്യുന്നില്ല എന്നും രേണു സുധി പറഞ്ഞിരുന്നു. ഓരോരുത്തർക്കും പൈസ കിട്ടുമ്പോൾ അവർ അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഞാൻ എന്റേതായ ഒരു സാധനവും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ ഇട്ടിരിക്കുന്ന ആ വസ്ത്രം വരെ വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ്. അതായത് സുധിച്ചേട്ടനുള്ള സമയത്ത് തന്ന വസ്ത്രമാണ്. കൂട്ടുകാരി അവർക്ക് ചെറുതായത് കൊണ്ടായിരുന്നു എനിക്ക് തന്നത്. അന്നും ഇന്നും ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഒരു വസ്ത്രം വാങ്ങിക്കുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളുടെ ഒരു നേരത്തെ ആഹാരത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. ഇവരൊക്കെ പറയുന്നത് ഞാൻ ഈ പൈസയ്ക്ക് കുന്തളിച്ച് നടക്കുകയാണ്, അഴിഞ്ഞാടി നടക്കുകയാണ് എന്നാണല്ലോ. എന്റെ ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല. ജീവനോടെ ഉണ്ടെങ്കിൽ ഒരു 10 വർഷം കൂടെ ഈ വസ്ത്രം തന്നെ ഇടും. എനിക്ക് വേറെയില്ല, ആരും തരാനുമില്ല. ചില സുഹൃത്തുക്കളൊക്കെ വസ്ത്രം തരും. പലപ്പോഴും പലരും ഇട്ട വസ്ത്രമാണ് ഞാനും ഇടുന്നത്. അതിൽ എനിക്കൊരു നാണക്കേടുമില്ല. എന്റെ ഫോൺ പൊട്ടിയിട്ട് വർഷങ്ങളായി. പുതിയൊരു ഫോൺ വാങ്ങിച്ചു തരാൻ പോലും ആരുമില്ല. കിച്ചുവിന് എന്തായാലും വിദേശത്തുള്ള ഒരു പുള്ളി നല്ല ഫോൺ വാങ്ങിച്ചു കൊടുത്തിരുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്. എനിക്ക് അതുപോലെ വാങ്ങിച്ചു തരാൻ ആളില്ല. പിന്നെ ഈ പറയുന്നവരൊക്കെ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നും രേണു സുധി പറയുന്നു. യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. എല്ലാവരുടെയും വിചാരം ഞാൻ അഴിഞ്ഞാടുന്നു, കോടികൾ ഉണ്ടാക്കുന്നു, സ്വത്തുക്കൾ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ്. ആകെ കിട്ടുന്ന വരുമാനം ആൽബത്തിലൂടെയും അഭിമുഖത്തിലൂടെയും ലഭിക്കുന്ന ചെറിയ വരുമാനമാണ്. പിന്നെ വിധവാ പെൻഷനും ലഭിക്കുന്നുണ്ട്. അക്കൗണ്ടിൽ ആകെയുള്ള 951 രൂപയാണ്. എന്നിട്ടാണ് സുധിച്ചേട്ടനെ വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന് പറയുന്നത്. ഇന്നലെയും കൂടെ ഒരാൾ വിളിച്ചു ചോദിച്ചത് രേണു നല്ല രീതിയിൽ പ്രതിഫലം വാങ്ങിക്കുന്നുവെന്നല്ലേ ആണ്. ഇതൊക്കെ കേട്ട് കേട്ട് മടുത്തുവെന്നും രേണു സുധി വ്യക്തമാക്കുന്നു. അതേസമയം തനിക്ക് പുതിയ വിവാഹാലോചനകൾ വരുന്നുണ്ടെന്നും അഭിമുഖത്തിൽ രേണു സുധി പറയുന്നുണ്ട്. നിരവധി വിവാഹാലോചനകൾ വരുന്നുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തി വിവാഹമോചിതനായ അദ്ദേഹം എന്നോട് ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു. എന്നാൽ ഞാനിപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു. മറ്റൊരു ദുബായ് സ്വദേശി എന്നെ നന്നായി നോക്കാമെന്ന് വാഗ്ദാനം ചെയ്തു വന്നു. സോഷ്യൽ മീഡിയയിലെ പ്രശ്നങ്ങൾ തനിക്ക് വിഷയമല്ല, പണം ധാരാളമുണ്ട്, രേണു സമ്മതിച്ചാൽ മതിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളെന്നും രേണു സുധി പറയുന്നു. ഇതുപോലെ 4-5 വിവാഹാലോചനകൾ വന്നിട്ടുണ്ട്. സുധിച്ചേട്ടൻ എന്നെ എപ്പോഴും മകളെ പോലെയാണ് കണ്ടിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ചിലപ്പോഴെങ്കിലും എന്നെ ഭാര്യയായി കാണൂ. അപ്പോൾ അവർ പറയും, വാവൂട്ട എനിക്കത് പറ്റില്ല, നീ എൻ്റെ മോളാണ്. ഈ വിഷയത്തിൽ ഞങ്ങൾ വഴക്കിടാറുണ്ടായിരുന്നു. വാവൂട്ട എന്ന വിളിക്ക് തന്നെ ആ സ്നേഹം അടങ്ങിയിരുന്നു. മരണം വരെ അങ്ങനെയായിരുന്നുവെന്നും രേണു സുധി കൂട്ടിച്ചേർക്കുന്നു.